നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരിത്തമ്പി. ജ്യോതിഷ വിധി പ്രകാരം ചില നക്ഷത്രങ്ങൾ ഒരുമിച്ചാൽ എപ്പോഴും കലഹവും മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകും. ഒട്ടുചേർത്ത് വച്ചിടും നക്ഷത്രങ്ങളൊക്കെയും തൽക്ഷണം ദുരിതത്തിലേക്ക് കണ്ടുപോയിടും. പിന്നെന്നാകിലോ പൊട്ടും പൊടിയും ചേർത്തിട്ട് അക്ഷണം കലഹവും മാനസിക വ്യതകളും ഉണ്ടാക്കിയിടും. അപ്പം ഇത്തരം ചില നക്ഷത്രങ്ങൾ ചേർത്താൽ ശുഭങ്ങൾ കുറയും. നമ്മൾ പലയിടത്തും കാണാറുണ്ട്, ചില വീടുകളിൽ എന്നും കലഹം, മാനസിക പ്രശ്നങ്ങൾ, ദുരിതാദികൾ ഒക്കെ വരും. അത് പ്രണയമായാലും മാനസിക ബന്ധമായാലും മനോദുരിതത്തിൽ കൊണ്ട് കലാശിപ്പിക്കും. അങ്ങനെയുള്ള നക്ഷത്രക്കാർ ഒരുമിച്ചാൽ കലഹം ഒട്ടൊഴിയാതെ ആ കുടിയിൽ വന്നിടും. അത്തരം ചില നക്ഷത്രങ്ങളെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. തൃക്കേട്ട അശ്വതി, അനിഴം ഭരണി, കാർത്തിക വിശാഖം, രോഹിണി ചോതി, തിരുവോണം തിരുവാതിര, ഉത്രാടം പുണർദം, പൂരാടം പൂയം, ആയില്യം മൂലം, മകം രേവതി, പൂരം ഉത്രട്ടാതി, ചതയം അത്തം, ചിത്തിര മകയിരം. ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആ കുടിയിൽ നിത്യവും കലഹവും മാനസിക വ്യതകളും ധനോനഷ്ടവും മാനസികമായ പല വിധത്തിലുള്ള ദുരിതാദികളും വന്നു ചേരും. ഇതൊക്കെയും ആ കുലത്തിൻ്റെ ഉയർച്ചയെയും സർവ കാര്യങ്ങൾക്ക് വരുന്ന ദോഷത്തെയും പ്രദാനം ചെയ്യും. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ശുഭത്വമുള്ള നക്ഷത്രങ്ങൾ തമ്മിൽ ചേർന്നാൽ അഷ്ട ഐശ്വര്യവും ധാന്യാദി വർധനവും ഗുണഫലങ്ങളും ഏറും. ചേരാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ആ കുലസ്ഥാനീയർക്ക് തന്നെ പല വിധത്തിലുള്ള ദുരിതങ്ങളും ദുഷ്ടുകളും വന്നു ഭവിക്കും. അപ്പം ഉത്തമ ഫലങ്ങളൊക്കെ കുറഞ്ഞിടും. പിന്നെന്നാകിലോ ധനവും ധാന്യാദികൾക്കൊക്കെയും നഷ്ടം ഭവിച്ചിടും. വാഹനം ഇത്യാദി മുതലുകൾക്ക് നിത്യവും അപകടാദികൾ വന്നു ചേർന്നിടും. ശുഭകാര്യങ്ങൾക്കൊക്കെയും വിഘ്നങ്ങളും ഭവിച്ചിടും. അപ്പോൾ അതൊരു ശരിക്കും പ്രമാണമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരുമിച്ചാൽ കലഹിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ചാൽ നേട്ടങ്ങളില്ലാത്ത നക്ഷത്രങ്ങൾ പരസ്പരം ചേർക്കാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുക. അത് പ്രണയത്തിൻ്റെ പേരിലായാലും മറ്റ് അടുപ്പങ്ങളുടെ പേരിലായാലും ഒക്കെയും എല്ലാവരും ശ്രദ്ധിച്ചും കണ്ടും മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. ഈ നക്ഷത്രങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാരോ ഇത്തരം നക്ഷത്രക്കാരുമായി അടുപ്പം കൂടുമ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക, ബന്ധങ്ങൾ പാടില്ല, അവർ തമ്മിലുള്ള സൗഹൃദം അല്ലെങ്കിൽ കുലപരമായ അടുപ്പങ്ങൾ മാത്രമേ ആകാവൂ എന്ന് ശ്രദ്ധിക്കാൻ പറയുക. നന്ദി, നമസ്കാരം.